ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂടെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ മൊഡ്യൂളിൽ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ രണ്ടെണ്ണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് പെർമിയബിലിറ്റി, രണ്ടാമത്തത് കംപ്രസിബിലിറ്റി ത്രൂ കോമ്പാക്ഷൻ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പെർമിയബിലിറ്റി ആണ്. എന്താണ് പെർമിയബിലിറ്റി, പെർമിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പെർമിയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അനലറ്റിക്കൽ ലോ ഏതാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ വാട്ട് ഈസ് പെർമിയബിലിറ്റി, വാട്ട് ഈസ് ദ ലോ വിച്ച് റെപ്രസെന്റ്സ് ഓർ ഹെൽപ്സ് us to find the value of permeability, and the last one is the factors that depends on permeability. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We'll start with what is permeability. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ കണ്ടു. ജസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഇൻഡെക്സ് പേജ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് പെർമിയബിലിറ്റി എന്നൊക്കെ. സോ വാട്ട് ഈസ് പെർമിയബിലിറ്റി നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, നമുക്ക് സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോയിലിൽ 3 ഫേസ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം അല്ലേ. ആ 3 ഫേസ് സിസ്റ്റത്തിൽ സോളിഡ്സ് ഉണ്ട്, വോയിഡ്സ് ഉണ്ട്. വോയിഡ്സിൽ എയറും വാട്ടറും ഉണ്ട്. സോ ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വോയിഡ്സ് ഉണ്ടാവും. സോ ഈ വോയിഡ്സ് ഇന്റർ കണക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ സപ്പോസ് ഇത് നോക്കാം, ഈ വോയിഡ്സ് ഇന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ട്യൂബ് പോലെ ഫോം ചെയ്യും. നമ്മളിപ്പം ഹൈഡ്രോളിക്സിൽ പൈപ്പ് ഫ്ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, പൈപ്പിൽ കൂടെ വാട്ടർ ഒഴുകും അല്ലേ. അതുപോലെ സോയിലിലെ വോയിഡ്സ് കണക്ട് ചെയ്ത് നമുക്ക് ഇന്റർ കണക്റ്റഡ് ട്യൂബ്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ സോയിലിലെ വോയിഡ്സ് ഒന്ന് അടുത്തടുത്തുള്ള വോയിഡ്സ് കണക്ട് ചെയ്ത് അതൊരു ട്യൂബ് പോലെ ആക്ട് ചെയ്യുന്നു. നമ്മൾ മഴക്കാലത്തൊക്കെ സോയിലിലെ വെള്ളം ഇറങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ മഴക്കാലത്ത് സോയിലിലെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സോയിലിന്റെ ഇന്റർ കണക്റ്റഡ് ട്യൂബ്സിൽ കൂടെ, അതായത് ഇന്റർ കണക്റ്റഡ് വോയിഡ്സിൽ കൂടെ വാട്ടറിന് ഒഴുകാൻ പറ്റും അല്ലേ. സോ വാട്ടർ ഒഴുകണമെങ്കിൽ ദ മെയിൻ കണ്ടീഷൻ ഈസ് ദർ ഷുഡ് ബി എ ഹെഡ് ഡിഫറൻസ്. സോ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട് വെള്ളം ഒഴുകണമെങ്കിൽ ഇവിടുത്തെ ഹെഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഹെഡ് അറ്റ് ദിസ് പോയിന്റ്. അത് നമുക്കറിയാം, നമ്മൾ ഹൈഡ്രോളിക്സിൽ പഠിച്ചു. സോ whenever there is a head difference, ഇന്റർകണക്റ്റഡ് വോയിഡ്സിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. ഇങ്ങനെ വാട്ടറിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. സോ പെർമിയബിലിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സോയിൽ വിച്ച് പെർമിറ്റ്സ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ഇറ്റ്സ് ഇന്റർകണക്റ്റിംഗ് വോയിഡ്സ്. ഇന്റർകണക്റ്റിംഗ് വോയിഡ്സിൽ കൂടെ വാട്ടറിന് ഒഴുകാനുള്ള കപ്പാസിറ്റിക്കാണ് എന്ത് പറയാ, പെർമിയബിലിറ്റി എന്ന് പറയാം. സോ ഇതിനെ വേറൊരു ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, വേറൊരു ടേംസിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ഈസിനെസ് വിത്ത് വിച്ച് വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ദ സോയിൽ. സോ വാട്ടർ പെർമിയബിൾ ആണ് എന്ന ഇതിന്റെ അർത്ഥം എന്താ, വാട്ടറിൽ കൂടെ സോയിലിൽ കൂടെ വാട്ടറിന് ഒഴുകാൻ എളുപ്പമാണ്. സോ ഇറ്റ് ഈസ് ദ ഈസിനെസ് ടു ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിൽ. സോ ഇങ്ങനെയാണ് നമ്മൾ പെർമിയബിലിറ്റിനെ ഡിഫൈൻ ചെയ്യുക. 2 ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. സോ ജസ്റ്റ് ആ ഷോർട്ട്, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സോയിലിലെ ഇന്റർ കണക്റ്റഡ് വോയിഡ്സിൽ കൂടെ വാട്ടറിന് ഒഴുകാനുള്ള കപ്പാസിറ്റി. എന്ന് ഞാൻ പറഞ്ഞു, സോയിലിൽ കൂടെ വാട്ടർ ഒഴുകണമെങ്കിൽ ദർ ഷുഡ് ബി എ ഹെഡ് ഡിഫറൻസ് അല്ലെ. സോ ഹെഡ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഫ്ലോയും, ഇപ്പോൾ സോയിലിലെ വാട്ടറിലെ സോയിലുള്ള ഫ്ലോ മാത്രമല്ല, പൈപ്പ് ഫ്ലോ എടുത്താൽ, ഓപ്പൺ ചാനൽ ഫ്ലോ എടുത്താൽ, ഏത് ഫ്ലോ എടുത്തു കഴിഞ്ഞാലും ഫോർ എ ഫ്ലോ ദർ ഷുഡ് ബി എ ഹെഡ് ഡിഫറൻസ്. സോ നമ്മൾ ഹെഡ് എന്താണെന്ന് നമുക്കറിയണം അല്ലെ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈഡ്രോളിക് ഹെഡിനെ കുറിച്ചാണ്. എന്താണ് ഹൈഡ്രോളിക് ഹെഡ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് നമ്മൾ ഹൈഡ്രോളിക്സിൽ പഠിച്ചിട്ടുള്ള ചില തിയറംസും ഇക്വേഷൻസും ഒക്കെ നമ്മൾ റീകോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തത് ബെർണൌളിസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബെർണൌളിസ് തിയറം പഠിച്ച സമയത്ത് നമ്മൾ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചു, ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ദ സം ഓഫ് വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ്. സോ വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ v²/2g ആണെന്ന് നമുക്കറിയാം. പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ p/ρg എന്നറിയാം. ഡാറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് നമുക്കറിയാം. സോ ടോട്ടൽ ഹെഡ് ഓർ എനർജി ആസ് പെർ ബെർണൌളിസ് പ്രിൻസിപ്പിൾ വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് ആണെന്ന് നമ്മൾ ഹൈഡ്രോളിക്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സോയിൽ മെക്കാനിക്സിൽ വന്നു കഴിയുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, സോയിലിൽ നമുക്കറിയാം നമ്മൾ വാട്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോർസാണ്. ആ പോർസിൽ കൂടെ വെള്ളം ഒഴുകുന്നത് വളരെ പതുക്കെയായിരിക്കും. എന്ന് വെച്ചാൽ ചെറിയ ഫ്ലോ ആണ് അവിടെ നടക്കുക. സോ വി ക്യാൻ നെഗ്ലക്ട് ദ വെലോസിറ്റി ഹെഡ്. സോയിൽ മെക്കാനിക്സ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സോയിലിൽ കൂടെ വാട്ടർ ഒഴുകുന്ന കേസ് എടുത്തു കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി വളരെ ചെറുതാണ്. സോ വി ക്യാൻ നെഗ്ലക്ട് the velocity head in this equation. So coming to the soil mechanics or soil engineering, the total head or total energy is nothing but pressure head plus datum head. Pressure head plus datum head ആണ്
സോയിൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ഫ്ലോ ത്രൂ സോയിലിന്റെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. ഈ പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡിന് നമ്മൾ വേറൊരു പേര് വിളിക്കും, അതാണ് പീസോമെട്രിക് ഹെഡ്. സോ പീസോമെട്രിക് ഹെഡ് ഈസ് ദ ടോട്ടൽ ഹെഡ് ഓർ ടോട്ടൽ എനർജി ഇൻ കേസ് ഓഫ് സോയിൽ ഫ്ലോ. നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സോയിൽ സാമ്പിൾ നമ്മൾ എടുക്കുന്നു. ആ സോയിൽ സാമ്പിളിൽ വാട്ടർ ഉണ്ട്. ഈ ചെറിയൊരു ബ്ലൂ ഷെയ്ഡിൽ നിങ്ങൾ കാണുന്ന വാട്ടറാണ്, മൊത്തത്തിലൊരു സോയിലാണ്. സോ സോയിൽ സാമ്പിളിൽ വാട്ടർ ഉണ്ട്. അതിന് നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, എ ആൻഡ് ബി. ഈ എയും ബിയും, അതായത് ആ സോയിലിന്റെ ടോട്ടൽ സാമ്പിളിലെ 2 ഡിഫറെന്റ് പോയിന്റ്സ് നമ്മൾ എടുത്തു. ഒരു പോയിന്റ് എ, ഒരു പോയിന്റ് ബി ആണെന്ന് വിചാരിക്കുക. ഇനി ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ ആണ്. സോ എൽ ഈസ് ദ ലെങ്ത് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ എ പോയിന്റിൽ ടോട്ടൽ ഹെഡ് കാണണം, ബി പോയിന്റിൽ ടോട്ടൽ ഹെഡ് കാണണം. സോ ടോട്ടൽ ഹെഡ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ്. സോ ഇതിന് നമുക്ക് ആദ്യം ഡാറ്റം ഹെഡ് നിന്ന് തുടങ്ങാം. എന്താണ് ഡാറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡാറ്റം അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നമ്മൾ അസ്യൂം ചെയ്ത ഡാറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്നുള്ളതാണ് ഡാറ്റം ഹെഡ്, അല്ലെ? സോ ഞാൻ അസ്യൂം ചെയ്യുന്ന ഡാറ്റം ഇതാണ്, ഈ സോയിൽ സാമ്പിളിന്റെ ഏറ്റവും ബോട്ടമാണ്. അവിടുന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എ പോയിന്റിൽ ഡാറ്റം ഹെഡിനെ ഞാൻ സെഡ് എ എന്ന് റെപ്രസെന്റ് ചെയ്തു. സോ സെഡ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഡാറ്റം ഹെഡാണ്. സിമിലർലി സെഡ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ഡാറ്റം ഹെഡാണ്. സോ ഡാറ്റം ഹെഡ് നമുക്ക് 2 കേസിലും കിട്ടി. ഇനി വേണ്ടത് പ്രഷർ ഹെഡാണ്. സോ നമ്മൾ ഹൈഡ്രോളിക്സിൽ പ്രഷർ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിലെ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ഒരു പീസോമീറ്റർ കണക്ട് ചെയ്യും. സോ നമ്മളൊരു പീസോമീറ്റർ കണക്ട് ചെയ്യുന്നു. സോ പീസോമീറ്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ശ്രമിക്കും ഏതാണോ ലിക്വിഡ് ഉള്ള ആ ലിക്വിഡ് റൈസ് ചെയ്യും. അത് എത്ര പ്രഷർ ലെവലാണോ അവിടെ വരെ റൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ പ്രഷർ ഹെഡ്. ഞാൻ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ ദാറ്റ് ഈസ് ഇറ്റ്സ് പ്രഷർ ഹെഡ്. ഇഫ് നമ്മൾ അത് എച്ചിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. സോ ആ വാല്യൂ എന്തായിരിക്കും? പി ബൈ റോ ജി, അല്ലെ? സോ പ്രഷർ ഈസ് നത്തിങ് ബട്ട് പി എ ബൈ റോ ജി. നമ്മൾ ഹൈഡ്രോളിക്സിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ എയിൽ ഞാൻ പീസോമീറ്റർ കണക്ട് ചെയ്തു, അതുപോലെ വാട്ടർ റൈസ് ചെയ്ത് കഴിയുമ്പോൾ പി എ ബൈ റോ ജി ആണ് അവിടുത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. സിമിലർലി ബി കേസിലോട്ട് വന്നാൽ ഇവിടെ ഞാൻ വേറൊരു പീസോമീറ്റർ കണക്ട് ചെയ്യുന്നു, അതിൽ ലിക്വിഡ് റൈസ് ചെയ്യുന്ന ഹൈറ്റ് മെഷർ ചെയ്യുന്നു. ഐ വിൽ ഗെറ്റ് ദ പ്രഷർ ഹെഡ് ആസ് പി ബി ബൈ റോ ജി. സോ എയിൽ പി എ ബൈ റോ ജി, ബിയിൽ പി ബി ബൈ റോ ജി. നോ വാട്ട് ഈസ് മൈ ടോട്ടൽ ഹെഡ്? ടോട്ടൽ ഹെഡ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ്. സോ എയിലെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്താൽ പി എ ബൈ റോ ജി പ്ലസ് സെഡ് എ. ബിയിലെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് പി ബി ബൈ റോ ജി പ്ലസ് സെഡ് ബി. സോ ഇത് നമ്മൾ അറിയാം, ജസ്റ്റ് 2 ഹെഡ് കൂടെ ആഡ് ചെയ്തു. ഇനി സപ്പോസ് head at A is greater than head at B. If head at point A is greater than head at B, what happens? Water flows from A to B. So ഒരു ഫ്ലോയിന്റെ ജനറൽ കണ്ടീഷൻ ഇതാണ്. ടോട്ടൽ ഹെഡ് at a point will be greater than the other point. Then ഇവിടെ നിന്ന് ലോവർ ഹെഡിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യും. സോ വാട്ടർ അല്ല, ഏത് ലിക്വിഡും ഫ്ലോസ് ഫ്രം ഹയർ ഹെഡ് ടു ലോവർ ഹെഡ്. സോ ഇഫ് head at A is greater than head at B, water flows from A to B. സോയിലും if there is head difference, water flows through the voids. അതാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ജനറൽ ടൈം, നമ്മൾ ഹൈഡ്രോളിക് ഹെഡ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെ? സോ ഹൈഡ്രോളിക് ഹെഡ് എന്താണെന്ന് നോക്കാം. യൂഷ്വലി നമുക്കറിയാം, ഇതൊരു ഒരു സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിളിൽ ഓരോ പോയിന്റിലെയും ടോട്ടൽ ഹെഡ്, ഇവിടുത്തെ ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പീസോമെട്രിക് ഹെഡ് ആണല്ലേ. സോ പീസോമെട്രിക് ഹെഡ് ജോയിൻ ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് വെച്ചാൽ ഏതൊരു പൈപ്പ് ഫ്ലോ എടുത്തോട്ടെ, ഓപ്പൺ ചാനൽ ഫ്ലോ എടുത്തോട്ടെ, നമ്മുടെ സോയിലിലെ ഫ്ലോ എടുത്തോട്ടെ, അതിന്റെ പീസോമെട്രിക് ഹെഡ് എന്ന് വെച്ചാൽ പ്രഷർ ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ്. ഓരോ പോയിന്റിലെയും പീസോമെട്രിക് ഹെഡ് കണക്ട് ചെയ്ത് ഞാൻ ഒരു ലൈൻ വരച്ചാൽ അതിനെയാണ് ഞാൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയാം. സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നോക്കിയേ, ഫ്ലോ എന്ന് ബിയിലോട്ട് നടക്കുന്നു. എന്ന് ബിയിലോട്ട് ഫ്ലോ നടക്കുമ്പോൾ എന്താ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇതിന്റെ ഹെഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെ? സോ ഇവിടെ പി എ ബൈ റോ ജി പ്ലസ് സെഡ് എ ഉണ്ടായിരുന്നത് പി ബി ബൈ റോ ജി പ്ലസ് സെഡ് ബി ആയിട്ട് കുറയുന്നു. സോ ഇതിലെ ഏതോ ഒരു പോയിന്റ് എടുത്താലും അതിന്റെ തൊട്ട് മുന്നത്തെ പോയിന്റിനേക്കാൾ അവിടുത്തെ ടോട്ടൽ ഹെഡ് കുറവായിരിക്കും. സോ ആക്ച്വലി
ടോട്ടൽ ഹെഡ് ഡിക്രീസ് ചെയ്യാണ് അല്ലേ. സോ ഞാൻ ഈ 2 പോയിന്റ് എടുത്തു. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു റെഡ് ലൈൻ ഞാൻ വരച്ചു, ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വേറൊരു റെഡ് ലൈൻ വരച്ചു. ഈ 2 റെഡ് ലൈൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ 2 പോയിന്റിലുള്ള ടോട്ടൽ ഹെഡ് ആണ് അല്ലെ. എയിലെ ടോട്ടൽ ഹെഡ് ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, ബിയിലെ ടോട്ടൽ ഹെഡ് ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എയിന്ന് ബിയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഹെഡ് ലോസ് സംഭവിച്ചു. ആ ഹെഡ് ലോസിനെ ഞാൻ എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ എ ടു ബി വാട്ടർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് എന്ന് പറഞ്ഞൊരു ഹെഡ് ലോസ് സംഭവിച്ചു. ഈ ഹെഡ് ഡിഫറൻസ് കൊണ്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? ഫ്ലോ സംഭവിക്കുന്നത് അല്ലെ. സോ വാട്ടർ എ തൊട്ട് ബി വരെ ഒഴുകാൻ കാരണം there is a head difference and that head difference is h and this is the head that cause flow. ഇങ്ങനെ ഫ്ലോ കോസ് ചെയ്യുന്ന ഹെഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ഹെഡ്. സോ ഹൈഡ്രോളിക് ഹെഡ് കൊണ്ടാണ് ഫ്ലോ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹെഡ് ഓഫ് ദ 2 പോയിന്റ്സ് ദാറ്റ് വി ആർ കൺസിഡറിങ്. സോ ഹെഡ് ഡിഫറൻസ് ആണ് ഹൈഡ്രോളിക് ഹെഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഹൈഡ്രോളിക് ഹെഡ് ആയിട്ടല്ല നമ്മൾ ഇനി അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുക, ഒരു ഗ്രേഡിയന്റിന്റെ രൂപത്തിലാണ്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയാം, ഇവിടുന്ന് എ തൊട്ട് ബി വരെ എൽ ലെങ്ത്തിൽ വാട്ടർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഡിഫറൻസ് സംഭവിച്ചു. സോ ഇവിടെ ഓരോ ലെങ്ത് എടുത്താലും, ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ലെങ്ത് എടുത്താലും അവിടെ ഒരു ഹെഡ് ലോസ് സംഭവിക്കുന്നുണ്ട്. ആ ഹെഡ് ലോസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഒരു ടേം ഉപയോഗിക്കും. അതിന്റെ പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് റെപ്രസെന്റഡ് ബൈ ഐ. സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഐ എന്ന് വെച്ചാൽ ഓരോ ലെങ്ത്തിലും എത്രത്തോളം ഹെഡ് ലോസ് ചെയ്യുന്നു. സോ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. സോ വാട്ട് ഈസ് ഐ? ഇറ്റ്സ് നത്തിങ് ബട്ട് ഹെഡ് ലോസ് ബൈ എൽ. ഹെഡ് ലോസ് എന്താ? എച്ച് ഡിവൈഡഡ് ബൈ എൽ. ടോട്ടൽ എച്ച് ആണ്, ടോട്ടൽ ലെങ്ത് എൽ ആണ്. സോ ഓരോ മീറ്ററിലെയും എത്രയായിരിക്കും? എച്ച് ബൈ എൽ. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് റെപ്രസെന്റ് ചെയ്യുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന്റെ ആവശ്യം വരും. സോ ദിസ് ഈസ് ദ ബേസിക് തിങ്സ് അബൌട്ട് ദ ഹൈഡ്രോളിക് ഹെഡ് ആൻഡ് പെർമിയബിലിറ്റി. ഇനി നമുക്ക് സോയിലിൽ പെർമിയബിലിറ്റി ഉണ്ടെന്ന് അറിയണം. സോ പെർമിയബിലിറ്റിക്ക് ഒരു വാല്യൂ വേണം, അല്ലെങ്കിൽ പെർമിയബിലിറ്റി റെപ്രസെന്റ് ചെയ്യാൻ ഒരു ടേം വേണം അല്ലെ. ആ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആ ടേം കണ്ടുപിടിക്കാൻ ഒരു ലോ ഉണ്ട്. ആ ലോയിന്റെ പേരാണ് ഡാർസീസ് ലോ. ഡാർസീസ് ലോ എന്ന് പറഞ്ഞാൽ ഹെൻറി ഡാർസി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് സോയിലിലെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തിയറമാണ്. ആ തിയറം ഇങ്ങനെയാണ് പറയാം: ഫോർ ലാമിനാർ ഫ്ലോ കണ്ടീഷൻസ് ഇൻ ഹോമോജീനിയസ് സോയിൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സോയിലിലെ വാട്ടറിന്റെ ഫ്ലോ എന്ന് പറയുന്നത് പൈപ്പിലെ ലാമിനാർ ഫ്ലോയ്ക്ക് സിമിലർ ആണ്. സോ ലാമിനാർ ഫ്ലോ കണ്ടീഷൻസിൽ സോയിലിൽ റേറ്റ് ഓഫ് ഫ്ലോ ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ കണ്ടു. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെ. സോ ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ എങ്ങനെ എഴുതാം? V is proportional to I. Rate of flow is proportional to I. So ഈ പ്രൊപ്പോർഷണാലിറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ സിമ്പിൾ നമ്മൾ യൂഷ്വലി റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ V is nothing but K into I. Velocity of flow അല്ലെങ്കിൽ rate of flow is nothing but a constant K into hydraulic gradient. ഈ K എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. സോ K is nothing but coefficient of permeability. ഇനി എന്തായിരിക്കും coefficient of permeability എന്ന് വെച്ചാൽ, സപ്പോസ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് 1 ആണെങ്കിൽ ആ ഫ്ലോയിന്റെ വെലോസിറ്റി ആണ് അല്ലെ. സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന വാല്യൂ I is equal to 1, then V is equal to K അല്ലെ. യൂഷ്വലി നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ തിയററ്റിക്കൽ ആയിട്ട് ഒരു സെന്റൻസ് നമ്മൾ കൊടുക്കണമെങ്കിൽ യൂഷ്വലി ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പോൾ സ്റ്റിഫ്നെസ് ആണെങ്കിൽ ലോഡ് റിക്വയർഡ് ഫോർ യൂണിറ്റ് ഡിഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ V is equal to KI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂണിറ്റി ആയി കൺസിഡർ ചെയ്യും. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് യൂണിറ്റി ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഞാനൊരു സെന്റൻസ് എഴുതിയ വെലോസിറ്റി അറ്റ് യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഇപ്പൊ നമുക്കറിയാം വെലോസിറ്റി യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ I is equal to H by L. എച്ചും എല്ലും ലെങ്ത് ടേംസ് ആണ്, യൂണിറ്റ് ഇല്ല. സോ വെലോസിറ്റി യൂണിറ്റ് ഈസ് സെയിം ആസ് coefficient of permeability unit is same as velocity in unit. Velocity is meter per second അല്ലെങ്കിൽ centimeter per second അല്ലെങ്കിൽ millimeter per second. സോ നമ്മൾ യൂഷ്വലി ഡാർസീസ് ലോ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഫാക്ടറാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്. ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് നമ്മൾ ഇനി ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അതിന്റെ പെർമിയബിലിറ്റി റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ. സോ നമുക്കിപ്പോൾ വെലോസിറ്റി കിട്ടിയല്ലേ, വെലോസിറ്റിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ നമ്മൾ ഹൈഡ്രോളിക്സിൽ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് ഈ വാട്ടർ ഒഴുകുന്ന സോയിലിന്റെ സാമ്പിളിന്റെ ക്രോസ് സെക്ഷൻ എ ആണെന്ന് വിചാരിക്കുക.
ദെൻ വാട്ട് ഈസ് ഡിസ്ചാർജ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര വോളിയം ഒഴുകുന്നു അല്ലെ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. സോ ഒരു സെക്കൻഡിൽ എത്ര വോളിയം ഓഫ് വാട്ടർ അത് ഒഴുകുന്നു എന്നതിന്റെ എമൗണ്ട് ആണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെപ്രസെന്റഡ് ബൈ ക്യൂ. സോ ക്യൂവിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞ ഹൈഡ്രോളിക്സ് ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് നത്തിങ് ബട്ട് ഏരിയ ഇൻറ്റു വെലോസിറ്റി. ക്യൂ ഈസ് നത്തിങ് ബട്ട് ഏരിയ ഇൻറ്റു വെലോസിറ്റി. നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് കെ ഐ ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യൂ? Q is nothing but KIA. So velocity is equal to KI. Q is equal to KIA. Rate of flow is equal to coefficient of permeability into hydraulic gradient, and discharge or rate of flow is nothing but KIA. K is coefficient of permeability, I is hydraulic gradient, A is the area of cross section. ഈ രണ്ട് വാല്യൂസും നമുക്ക് ആവശ്യം വരും. ജസ്റ്റ് റിമെമ്പർ ദീസ് ഇക്വേഷൻ. നമ്മൾ പ്രോബ്ലം ചെയ്യാനായാലും ഇനി പഠിക്കാൻ പോകുന്ന മെത്തേഡ്സിലും നമുക്ക് ആവശ്യമുള്ള രണ്ട് ഇക്വേഷൻ ആണ്. റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ, ദെൻ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. സോ നമ്മൾ ഡാർസീസ് ലോ കണ്ടു. ഇനി നോക്കാം. നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി ഇൻറ്റു ഏരിയ. സോ അതിൻ്റെ അകത്തുനിന്ന് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതിയാൽ Q ബൈ എ, ഡിസ്ചാർജ് ബൈ ഏരിയ. വിച്ച് ഈസ് ദിസ് ഏരിയ? സോ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ V is equal to Q by A ആണ്. ഈ ഏരിയ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒരു സോയിൽ സാമ്പിൾ എടുത്തു. സോയിൽ സാമ്പിൾ 3 ഫേസ് സിസ്റ്റത്തിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ എടുത്ത് അതേ പിക്ചർ ഞാൻ എടുക്കുകയാണ്. സോ സോയിലിൽ സോളിഡ് ഗ്രെയിൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് 3 ഫേസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ ഏത് ഏരിയ എടുക്കാം? ഇതിലിപ്പോൾ എല്ലാത്തിനും ഏരിയ ഉണ്ട് അല്ലേ? സോളിഡ്സിന് ഏരിയ ഉണ്ട്, വോയിഡ്സിന് ഏരിയ ഉണ്ട്, ടോട്ടൽ സോയിൽ സാമ്പിളിന് ഏരിയ ഉണ്ട്. If I consider, it has solids area, voids area and total area. Total area എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓഫ് സോളിഡ്സ് പ്ലസ് ഏരിയ ഓഫ് വോയിഡ്സ്. ഇതിൽ ആക്ച്വലി ഫ്ലോ നടക്കുന്നത് എവിടെയാ? ടോട്ടൽ സോയിൽ സാമ്പിളിൽ ഫ്ലോ നടക്കുന്നുണ്ടോ? ഇല്ല. വോയിഡ്സിൽ കൂടെ മാത്രമാണ് ഫ്ലോ നടക്കുന്നത്. സോ ഈ Q ബൈ എയിൽ ടോട്ടൽ ഏരിയ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും വോയിഡ്സിന്റെ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എനിക്കൊരു വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ദോസ് വെലോസിറ്റി. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ചാർജ് വെലോസിറ്റി. ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതിയ ഇക്വേഷൻ അതേപോലെ എഴുതി കഴിഞ്ഞാൽ അതാണ് ഡിസ്ചാർജ് ഇക്വേഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ കറസ്പോണ്ടിങ് ടു ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q ബൈ എ അല്ലെ? Q ബൈ എയിലെ എ എന്ന് പറയുന്നത് ടോട്ടൽ സോയിൽ സാമ്പിളിന്റെ ഏരിയ ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഏരിയ ഓഫ് സോളിഡ്സ് പ്ലസ് ഏരിയ ഓഫ് വോയിഡ്സ്. സോ ടോട്ടൽ സോയിൽ സാമ്പിളിന്റെ ഏരിയ കൺസിഡർ ചെയ്ത് ഞാൻ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെലോസിറ്റിക്കാണ് എന്ത് പറയാ? ഡിസ്ചാർജ് വെലോസിറ്റി. സോ ഡിസ്ചാർജ് വെലോസിറ്റി V is equal to Q by A. സോ ഇതാണ് ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് വെലോസിറ്റി ആണ് നമ്മൾ Q ബൈ എ ഡാർസിസ് ഇക്വേഷനിൽ ഉപയോഗിച്ചത്. ഡാർസിസ് ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കാൻ പോകുന്നത് ടോട്ടൽ ഏരിയ തന്നെയാണ്. നമ്മൾ അവിടെ ഏരിയ ഓഫ് വോയിഡ്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഡാർസിസ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഡിസ്ചാർജ് വെലോസിറ്റി. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പറഞ്ഞു സോയിൽസിലെ വോയിഡ്സിൽ കൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോയിൽസിലെ വോയിഡ്സിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ എടുത്താൽ അതൊരു ആക്ച്വൽ വെലോസിറ്റി അല്ല അല്ലെ? സോ വോയിഡ്സിൽ കൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ വോയിഡ്സിന്റെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആക്ച്വൽ ഏരിയ ആണ് എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ ആണ്. സോ ദിസ് ഡിസ്ചാർജ് വെലോസിറ്റി ഈസ് നോട്ട് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ. കാരണം എന്താ? വാട്ടർ ഫ്ലോ ചെയ്യുന്ന വോയിഡ്സിൽ കൂടെയാണ്, ടോട്ടൽ ഏരിയ കൂടെ അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഏത് ഏരിയ ആയിരുന്നു? വോയിഡ് ഏരിയ ആണ്. അത് കാൽക്കുലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് സോയിൽ സാമ്പിൾ. അതുകൊണ്ടായിരിക്കാം ഡാർസിസ് ഇക്വേഷൻ ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ടോട്ടൽ ഏരിയ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ വെലോസിറ്റി. സോ അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും സൂപ്പർഫിഷ്യൽ വെലോസിറ്റി. സൂപ്പർഫിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി അല്ലാത്തതാണ് ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നു. ഇതാണ് ഡിസ്ചാർജ് വെലോസിറ്റി ആണെങ്കിൽ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് വെലോസിറ്റി? സോ നെക്സ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആക്ച്വൽ ആയിട്ട് ഫ്ലോ നടക്കുന്ന വോയിഡ്സിന്റെ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി. സോ വോയിഡ്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ AV. സോ Q ബൈ AV ആണ് ആക്ച്വൽ വെലോസിറ്റി. സോ ആക്ച്വൽ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് സീപ്പേജ് വെലോസിറ്റി. സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ഫ്ലോ കറസ്പോണ്ടിങ് ടു ഏരിയ ഓഫ് വോയിഡ്സ്. വാട്ടർ ഫ്ലോ ചെയ്യുന്നത് വോയിഡ്സിൽ കൂടെയാണ്. സോ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ വെലോസിറ്റി കിട്ടും. ആ ആക്ച്വൽ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് സീപ്പേജ് വെലോസിറ്റി. സോ സീപ്പേജ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് VS എന്നാണ്. VS ന്റെ ഇക്വേഷൻ Q ബൈ AV. AV ഈസ് നത്തിങ് ബട്ട് ഏരിയ ഓഫ് വോയിഡ്സ്. ഇതാണ് സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.
So in seepage velocity, we are considering the flow that is taking place through the void, so it is the actual velocity. So ഇതാണ് discharge velocity, seepage velocity. Discharge velocity എന്ന് പറഞ്ഞാൽ actual velocity അല്ല, നമ്മൾ Darcy's law യിൽ ഉപയോഗിക്കുന്ന velocity. It is considering the total area. Seepage velocity എന്ന് പറഞ്ഞാൽ it is considering the actual velocity, which means water is flowing through the voids. So voids ന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന velocity ആണ് seepage velocity. So ഇതിൽ ഈ രണ്ട് വെലോസിറ്റിനെ റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി ബൈ എൻ. എൻ ഈസ് പോറോസിറ്റി. സോ ഡിസ്ചാർജ് വെലോസിറ്റി ബൈ പോറോസിറ്റി ആണ് സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതായിരിക്കും വലുത് എന്ന് ആലോചിച്ച് നോക്കി. സോ വോയിഡ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. ഇവിടെ ഏരിയ കുറവ് വോയിഡ്സിന്റെ ഏരിയ ആണ്. സോ സീപ്പേജ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്ചാർജ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ സീപ്പേജ് വെലോസിറ്റിനെയും ഡിസ്ചാർജ് വെലോസിറ്റിനെയും കുറിച്ച് അറിഞ്ഞിരിക്കും. ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി. യൂഷ്വലി ചോദിക്കുന്ന 6 മാർക്കിനും 7 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി. നമുക്ക് നോക്കാം. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ ആദ്യം എടുക്കുകയാണ്. നമുക്ക് ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിലില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ ബേസ് ചെയ്താണ് പെർമിയബിലിറ്റി റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. സോ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സി ഇൻറ്റു ഡി ടെൻ സ്ക്വയർ ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 + c ഗാമ ഡബ്ല്യു ബൈ മ്യൂ. ഇതിൽ കുറെ ടേംസ് ഒക്കെ നിങ്ങൾ കണ്ടു പരിചയമുണ്ട്. ഏതൊക്കെ ടേംസ് ആണെന്ന് നമുക്ക് നോക്കാം. നൗ ഫസ്റ്റ് വൺ ഇസ് കെ. കെ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി, നമുക്കറിയാം. അടുത്ത സി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. സി എന്ന് പറഞ്ഞ ഫാക്ടർ ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓഫ് കോൺഡ്യൂട്ട്. ഇപ്പൊ നമ്മൾ ഒരു പൈപ്പ് എടുത്ത പൈപ്പാണ് കോൺഡ്യൂട്ട്. ഫ്ലോ നടക്കുന്ന പാത്ത്, അതിനെയാണ് കോൺഡ്യൂട്ട് എന്ന് പറയാം. സോ ആ പൈപ്പ് അല്ലെങ്കിൽ ഫ്ലോ നടക്കുന്ന പോത്തിന്റെ ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സി എന്ന് പറയുന്നത്. അടുത്ത D10. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സീം അനാലിസിസ് പഠിച്ച് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്തപ്പോൾ പറഞ്ഞു എഫക്റ്റീവ് സൈസ്. എഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടിക്കിൾ സീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 90% ഓഫ് പാർട്ടിക്കിൾസ് ഈ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം എന്താ? 10% മാത്രമേ ആ സീവ് സൈസിനേക്കാൾ കുറവുള്ളത് എന്നാണ് എഫക്റ്റീവ് സൈസ് പറയുന്നത്. സോ 90% പാർട്ടിക്കിൾസിന്റെ സൈസ് ആണ് D10 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എഫക്റ്റീവ് സൈസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. സോയിൽ സാമ്പിളിന്റെ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് D10 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. E is nothing but void ratio, volume of voids by volume of solids. നെക്സ്റ്റ് ഗാമ ഡബ്ല്യു. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞ 9.81 kN/m³ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത്. മ്യൂ ഈസ് നത്തിങ് ബട്ട് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഈസ് നത്തിങ് ബട്ട് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. സോ വിസ്കോസിറ്റി, യൂണിറ്റ് വെയിറ്റ്, വോയിഡ് റേഷ്യോ, എഫക്റ്റീവ് സൈസ്. ഇനി ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഫാക്ടേഴ്സ് പറയാൻ പറ്റും. നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കാം അല്ലേ. ഒന്നാമത് ഞാൻ പറഞ്ഞു there is a constant which represents the shape of conduit. ഷേപ്പ് ഓഫ് കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാസ് ചെയ്യുന്ന പാത്ത്. സോയിലിന് പാസ് ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? സോയിലിന്റെ സ്ട്രക്ചർ ആണ് അല്ലേ. സോ ദ ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ഈസ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഈസ് സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്. സോയിൽ മാസിന്റെ സ്ട്രക്ചർ ആണ് ആദ്യം പെർമിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ഈസ് പാർട്ടിക്കിൾ സൈസ്. D10 എന്ന് നമ്മൾ പറഞ്ഞു. D10 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സൈസ് ആണ്. 90% പാർട്ടിക്കിൾസിന് ഇതിനേക്കാൾ വലിയ സൈസാണ്. 10% മാത്രം അതിനേക്കാൾ കുറഞ്ഞ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആ സോയിൽ സാമ്പിളിൽ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പാർട്ടിക്കിൾ സൈസ് എന്ന് പറയും. സോ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പാർട്ടിക്കിൾ സൈസ് ഇൻഫ്ലുവൻസസ് പെർമിയബിലിറ്റി. അടുത്തത് വോയിഡ് റേഷ്യോ, E³ by 1 + c. സോ വോയിഡ് റേഷ്യോ ഓൾസോ ഇൻഫ്ലുവൻസ് പെർമിയബിലിറ്റി. അടുത്ത ഗാമ ഡബ്ല്യു ബൈ മ്യൂ. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ്. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റി ഓഫ് വാട്ടർ. ഈ രണ്ട് ഫാക്ടറും എന്തിന്റെ പ്രോപ്പർട്ടിയാണ്? ഇത് പറഞ്ഞ് E ആയാലും D10 ആയാലും C എന്നൊക്കെ പറഞ്ഞാൽ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഗാമ ഡബ്ല്യു മ്യൂ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ വാട്ടറിന്റെ പ്രോപ്പർട്ടീസും പെർമിയബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ദ നെക്സ്റ്റ് ഫാക്ടർ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. മെയിൻലി ഇതിൽ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. സോ വിച്ച് പ്രോപ്പർട്ടീസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റി ഈസ് ഓൾസോ ഇൻഫ്ലുവൻസിങ് പെർമിയബിലിറ്റി. ഇനി ഈ 4 ഫാക്ടേഴ്സ് അല്ലാതെ ഈക്വേഷന് പുറത്തുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് സ്പെസിഫിക് സർഫസ് ഏരിയ. എന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് നമ്മൾ പിന്നെ കാണും. അടുത്തത് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിളുടെ എന്ന് വെച്ചാൽ സോയിലിലെ ഗ്രെയിൻസിന്റെ സൈസ് നമ്മൾ പറഞ്ഞു. അതുപോലെ അടുത്തത് അതിന്റെ ഷേപ്പ്. ദാറ്റ് ഈസ് അനദർ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് പെർമിയബിലിറ്റി. ദ നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? അത് വെച്ച് പാർഷ്യലി സാച്ചുറേറ്റഡ്, ഫുള്ളി സാച്ചുറേറ്റഡ് എന്നൊക്കെ കണ്ടു. സോ സോയിലിലെ വോയിഡ്സിൽ എത്ര വോളിയം വാട്ടർ ഉണ്ടെന്നാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. സോ അതും പെർമിയബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും.
അത് കഴിഞ്ഞ് അഡ്സോർബ്ഡ് വാട്ടർ. ജസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടൈപ്സ് ഓഫ് സോയിൽ വാട്ടർ പറഞ്ഞു, അതിൽ അഡ്സോർബ്ഡ് വാട്ടർ പറഞ്ഞു. സോ അഡ്സോർബ്ഡ് വാട്ടറും പെർമിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ഫാക്ടർ ഈസ് ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ. ഇതിപ്പോൾ റെയിൻ വാട്ടർ ആണ് ഒഴുകി വരുന്നത് അല്ലേ. സോ റെയിൻ വാട്ടർ ഒഴുകി വന്നു കഴിഞ്ഞ് മണ്ണിലോട്ട് ഇറങ്ങും, അതിൽ പല ഇമ്പ്യൂരിറ്റീസും കാണാം. അതുപോലെ സോയിൽ കുറെ ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. ഇതൊക്കെ പെർമിയബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ 9 ഫാക്ടേഴ്സ് ആണ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഗോയിങ് ടു എഫക്ട് പെർമിയബിലിറ്റി. ഇനി ഓരോ ഫാക്ടേഴ്സും നമുക്കൊന്ന് എടുത്തു നോക്കാം. സോ ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പറഞ്ഞു കെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷേപ്പ് ഓഫ് കോണ്ടിയൂട്ട് ആണ്. ഷേപ്പ് ഓഫ് കോണ്ടിയൂട്ട് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന വാട്ടർ പാസ് ചെയ്യുന്ന പാത്തിന്റെ ഷേപ്പ്. സോ ആ പാത്തിന്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സോയിലിന്റെ സ്ട്രക്ചറിന്റെ സോയിൽ മാസിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. സോയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ സ്ട്രക്ചർ ആണ് അതിന് ഡിപ്പെൻഡ് ചെയ്യുക. സോ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. നമ്മുടെ സിലബസിൽ നമുക്ക് സോയിൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാറില്ല. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു സ്ട്രക്ചറൽ വാട്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ സോയിൽ സ്ട്രക്ചറിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. സോ സോയിലിൽ ക്ലേ ആണെങ്കിൽ, ക്ലേ സോയിൽ അതായത് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ രണ്ട് സ്ട്രക്ചർ ആണ് നമ്മൾ യൂഷ്വലി സോയിൽ ഗ്രെയിൻസിന് പറയുക. ഒന്നാമത്തത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ, രണ്ടാമത്തത് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. സോ ഈ ഫിഗറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വോയിഡ്സ് കൂടുതലാണ്. ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നു. സോ വോയിഡ്സ് കുറവാണ്. ഈ രണ്ട് സ്ട്രക്ചറിൽ ബേസ് ചെയ്താണ് നമ്മൾ പറയുക. സോ ഇവിടെ വോയിഡ്സ് കൂടുതലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഈസ് പെർമിയബിലിറ്റി? സോയിലിലെ വോയിഡ്സിൽ കൂടെ വാട്ടറിന് ഒഴുകാനുള്ള കപ്പാസിറ്റി അല്ലേ. സോ വോയിഡ്സ് ഇന്റർ കണക്റ്റഡ് ആയാൽ സ്മൂത്ത് ആയിട്ട് വാട്ടറിന് ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിന് പെർമിയബിലിറ്റി വിൽ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. സോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ഹാസ് മോർ വോയിഡ്സ്, സോ ഇറ്റ് ഹാസ് മോർ പെർമിയബിലിറ്റി. സ്ട്രക്ചർ ഓഫ് സോയിൽ മാസിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സോയിലിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ റോക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ റോക്കിൽ ഫിഷേഴ്സ് ഉണ്ട്. ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിടവുണ്ടാവും അല്ലെ. അങ്ങനെ വിടവുണ്ടെങ്കിൽ, സോയിലിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ ഓക്കെ എന്താ സംഭവിക്കുക? ആ സോയിലിൽ ക്രാക്ക് കൂടുക മീൻസ് അതിലെന്താ കൂടുതൽ വാട്ടർ പോകാനുള്ള വോയിഡ്സ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. സോ അതിനും പെർമിയബിലിറ്റി ഉണ്ടാവും. സോ ഇങ്ങനെ വാട്ടറിൽ ക്രാക്ക്, ഫിഷർ ഇതൊക്കെ ഉള്ളത് പ്രോപ്പർട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താ നോക്കിക്കേ. K is equal to C d10 square E cube 1 plus C by gamma W. D10 square. D10 square എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് അല്ലെ. കോസ് ഗ്രെയിൻ, ഫൈൻ ഗ്രെയിൻ ആണ് നമ്മളിവിടെ ഡിസ്കഷൻ ഉപയോഗിക്കുക. സോ ഈ ഇക്വേഷൻ എടുത്തു നോക്കിയേ. K is directly proportional to square root of particle size അല്ലെ. സോ അതിന്റെ അർത്ഥം എന്താ? പാർട്ടിക്കിളിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അത് കോസ് ഗ്രൈൻഡ് ഫൈൻ ഗ്രൈൻഡും വെച്ച് നമുക്ക് നോക്കാം. സോ ആസ് പാർട്ടിക്കിൾ സൈസ് ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ഞാനൊരു കോസ് ഗ്രൈൻഡ് സോയിൽ എടുത്തു, ഫൈൻ ഗ്രൈൻഡ് സോയിൽ എടുത്തു. കോസ് ഗ്രൈൻഡ് സോയിലിന്റെ പ്രത്യേകത എന്താ? പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ് അല്ലെ. സോ പാർട്ടിക്കിൾ സൈസ് കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കുറെ വോയിഡ്സ്, ഇറഗുലർ ആയിട്ട് വോയിഡ്സ് കണക്ട് ചെയ്ത് വോയിഡ്സ് ഉണ്ടാകും. അതേ സമയത്ത് ഫൈൻ ഗ്രൈൻഡ് സോയിൽസിൽ പാർട്ടിക്കിൾസ് ചെറുതാണ്. പാർട്ടിക്കിൾസ് ചെറുതാകുമ്പോൾ കുറച്ചുകൂടി ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. സോ അതിൽ വോയിഡ്സിന്റെ ഇന്റർ കണക്ടിവിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് കോസ് ഗ്രൈൻഡ് സോയിൽസിൽ ലാർജ് പാർട്ടിക്കിൾ സൈസ് ഉള്ളത് കൊണ്ട് കണ്ടിന്യൂസ് വോയിഡ്സ് നമുക്ക് കിട്ടും. സോ കണ്ടിന്യൂസ് വോയിഡ്സ് കൂടുതലുള്ളത് കൊണ്ട് അതിന്റെ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. വേറസ് ഫോർ ഫൈൻ ഗ്രൈൻഡ് സോയിൽസ് പാർട്ടിക്കിൾസ് തമ്മിൽ കൂടുതൽ പാക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? അതിന്റെ വോയിഡ്സിന്റെ കണക്ടിവിറ്റി കുറവായിരിക്കും. So poorly connected voids ആയിരിക്കും. Therefore, for fine grained soils, permeability will be lesser. So coarse grained soils has more voids connected and hence higher permeability. Fine grained soil has poorly connected voids and hence lesser permeability. So size of particle കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത നമുക്ക് മൂന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ഫാക്ടർ ഇക്വേഷനിൽ എന്താ? ഇ ക്യൂബ് ബൈ 1 + c. ഇ എന്ന് വെച്ചാൽ വോയിഡ് റേഷ്യോ. ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഇ ക്യൂബ് ബൈ 1 + c എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി K is proportional to E square എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതിന്റെ അർത്ഥം എന്താ? as void ratio increases, permeability also increases. void ratio ന്റെ ഇക്വേഷൻ നമുക്കറിയാം വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. സോ വോളിയം ഓഫ് വോയിഡ്സ് കൂടുമ്പോഴാണ് വോയിഡ് റേഷ്യോ കൂടുന്നത് അല്ലെ. വോളിയം ഓഫ് വോയിഡ്സ് കൂടുമ്പോൾ വോയിഡ് റേഷ്യോ കൂടുന്നു. വോയിഡ് റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? വോയിഡ്സ് കൂടുക. വോയിഡ്സ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ വാട്ടറിന് ഒഴുകാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. വാട്ടർ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ഈസിനെസ് ഓഫ് ഫ്ലോ ആണ് എന്ത്? പെർമിയബിലിറ്റി. സോ വോയിഡ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് പെർമിയബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോയിഡ് റേഷ്യോ. ഞാനിവിടെ ജനറലി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ദർ മേ ബി സം എക്സെപ്ഷൻസ്. എല്ലാ കേസിലും ഇത് ആപ്ലിക്കബിൾ അല്ല. പെർമിയബിലിറ്റി കൂടുമ്പോൾ ജനറൽ കേസിൽ വോയിഡ് റേഷ്യോ കൂടുമ്പോൾ ജനറൽ കേസിൽ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ ആണ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ അല്ലെങ്കിൽ ക്ലേ എന്ന് പറയുന്നത്. സോ ക്ലേയിൽ നമ്മൾ പറഞ്ഞു ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആണല്ലേ. സോ ക്ലേയിൽ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് അതിന് കൂടുതൽ വോയിഡ് റേഷ്യോ ഉണ്ട്. സോ കൂടുതൽ വോയിഡ് റേഷ്യോ ഉണ്ടെങ്കിലും നമ്മൾ ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെയും കോസ് ഗ്രെയിൻഡ് സോയിലിനെയും ജസ്റ്റ് തൊട്ട് മുന്നേ ഒന്ന് കമ്പയർ ചെയ്തേ ഉള്ളൂ. ഫൈൻ ഗ്രെയിൻഡ് സോയിലിനാണ് യൂഷ്വലി വോയിഡ് റേഷ്യോ കൂടുതൽ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അത് കൂടുതൽ കോമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ചെറിയ വോയിഡ്സിന്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, വോളിയം കൂടുതലുണ്ടെങ്കിലും അതിൽ തമ്മിലുള്ള കണക്ടിവിറ്റി കുറവായിരിക്കും. വോയിഡ്സ് കൂടുതലായിരിക്കാം, വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കാം, പക്ഷെ ആ വോയിഡ്സ് തമ്മിലുള്ള കണക്ടിവിറ്റി കുറവാണ്. സോ പുവർലി കണക്റ്റഡ് വോയിഡ്സ് ആണ് ഫൈൻ ഗ്രെയിൻഡ് സോയിലിൽ, ക്ലേയിലൊക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ള കേസിൽ എന്താ സംഭവിക്കുക? സൈസ് വോയിഡ് റേഷ്യോ കൂടുതലാണെങ്കിലും പെർമിയബിലിറ്റി കുറവായിരിക്കും. സോ ഇൻ ജനറൽ കേസ് വോയിഡ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെർമിയബിലിറ്റി കൂടും. പക്ഷെ ക്ലേ സോയിൽ അല്ലെങ്കിൽ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ വോയിഡ് റേഷ്യോ കൂടുതലാണെങ്കിലും പെർമിയബിലിറ്റി വിൽ ബി ലെസ്. സോ ഇത് ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് വോയിഡ് റേഷ്യോ. സോ നെക്സ്റ്റ് ഫാക്ടർ ഗാമ ഡബ്ല്യു ബൈ മ്യൂ. നമ്മൾ പറഞ്ഞു ബോത്ത് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ബോത്ത് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ അല്ലെ. സോ ദ നെക്സ്റ്റ് ഫാക്ടർ ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ അവർ പെർമിയബിലിറ്റി ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. സോ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം ഇറ്റ് ഈസ് വിസ്കോസിറ്റി അല്ലെ. വിസ്കോസിറ്റിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. സോ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പെർമിയബിലിറ്റി കുറവ് അല്ലെ. ഇക്വേഷൻ നോക്കിക്കേ, കെ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/μ. അതിന്റെ അർത്ഥം എന്താ? വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കുറയും. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? വിസ്കോസിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഒരു ലിക്വിഡിന് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ വിസ്കോസിറ്റി കൂടുക മീൻസ് റെസിസ്റ്റൻസ് ടു ഫ്ലോ കൂടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? പെർമിയബിലിറ്റി കുറയും അല്ലെ. സോ വെൻ വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഡിക്രീസസ് പെർമിയബിലിറ്റി ഇൻക്രീസസ്. സോ വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കൂടും. വിസ്കോസിറ്റി കുറയാന്ന് വെച്ചാൽ അതിന്റെ റെസിസ്റ്റൻസ് കുറയുന്നു എന്നർത്ഥം. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കൂടും. ഇൻ അതർ വേർഡ്സ് വിസ്കോസിറ്റി കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കുറയും. സോ വിസ്കോസിറ്റിയും പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ കണ്ടു. ഇനി വിസ്കോസിറ്റി ഈസ് ഓൾസോ ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്തു, അല്ലെങ്കിൽ വാട്ടർ എടുത്തു, ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുത്തു, അതിന് ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയാം വിചാരിക്കുക. സോ ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിൽ പാർട്ടിക്കിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇപ്പൊ എല്ലാ സാധനത്തിനും മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരു മൂവ്മെന്റ് അതിൽ സംഭവിക്കുന്നത് കൊണ്ട് അതിന്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ, ആ ലിക്വിഡിന്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഡിക്രീസ് ചെയ്യുക. So when temperature increases, resistance to flow decreases. Resistance to flow is nothing but viscosity. So when temperature increases, viscosity decreases. അല്ലെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. സോ വിസ്കോസിറ്റി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറയുന്നു. റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറയുക എന്ന് മീൻസ് ഈസിനെസ് ടു ഫ്ലോ. അതെ, വാട്ടറിന് എളുപ്പത്തിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. വിസ്കോസിറ്റി കുറയുമ്പോൾ എളുപ്പത്തിൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എളുപ്പത്തിൽ ഫ്ലോ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. സോ വിസ്കോസിറ്റി കുറയുമ്പോൾ പെർമിയബിലിറ്റി വിൽ ഇൻക്രീസ്. സോ ടെമ്പറേച്ചറും പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ അപ്പോൾ എന്താ? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇതാണ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. വിസ്കോസിറ്റി കുറയാണെങ്കിൽ പെർമിയബിലിറ്റി കൂടും. അതായത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലെ. വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ പെർമിയബിലിറ്റി കൂടുന്നു. വെറസ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർമിയബിലിറ്റി. സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കൂടുന്നു. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഫാക്ടേഴ്സ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദിസ് ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സ്പെസിഫിക് സർഫസ് ഏരിയ. എന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ? സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ സർഫസ് ഏരിയ ബൈ വോളിയം ഓഫ് പാർട്ടിക്കിൾ.
സോ ഒരു പാർട്ടിക്കിൾ എടുത്താൽ ആ പാർട്ടിക്കിളിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ആ പാർട്ടിക്കിളുടെ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ ആ പാർട്ടിക്കിളുടെ വോളിയത്തിനെയാണ് നമ്മൾ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് വിളിക്കുക. ഞാനൊരു പാർട്ടിക്കിൾ എടുത്തു, ആ പാർട്ടിക്കിൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ സർഫസിൽ കൂടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതാണ് ആ സർഫസിന്റെ ഏരിയ. ആ സർഫസ് ഏരിയ ബൈ ഈ പാർട്ടിക്കിളുടെ വോളിയം എന്താണോ ആ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, സ്പെസിഫിക് സർഫസ് ഏരിയ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് കാണാം സർഫസിൽ കൂടെയാണ് അതല്ലേ ഈ സർഫസ്, വേറൊരു സോയിൽ സാമ്പിൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള വോയിഡ്സിൽ കൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ സർഫസുമായിട്ട് വാട്ടറിന് ഒരു കോണ്ടാക്ട് ഉണ്ടല്ലേ, ഈ സർഫസുമായിട്ട് വാട്ടറിന് കോണ്ടാക്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിപ്പോൾ പൈപ്പ് ഫ്ലോ എടുത്തു കഴിഞ്ഞാലും പൈപ്പ് ഫ്ലോയിൽ ഫ്രിക്ഷൻ ഒക്കെ പഠിച്ചു. സോ സർഫസിനോട് അടുത്താണെങ്കിൽ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫ്ലോ കുറവായിരിക്കും, സെൻട്രലിലോട്ടായിരിക്കും ഫ്ലോ കൂടുതൽ. ഇതും ലാമിനാർ ഫ്ലോ ആണ്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതൽ, കോണ്ടാക്ട് സർഫസ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്ലോയ്ക്കുള്ള റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് സർഫസ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. When surface offers resistance, more the resistance means less of the permeability. അതായത് സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കുറയും. കാരണം എന്താ, സർഫസ് ഏരിയ കൂടുമ്പോൾ ഫ്ലോ റെസിസ്റ്റൻസ് കൂടും, ഫ്ലോ റെസിസ്റ്റൻസ് കൂടി കഴിയുമ്പോൾ പെർമിയബിലിറ്റി കുറയും. ഇതാണ് സർഫസ് ഏരിയയും നമ്മുടെ പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. നമുക്കിത് കോസ് ഗ്രേഡ് ഫൈൻ ഗ്രേഡ് വെച്ചിട്ടൊന്ന് നോക്കാം. സോ കോസ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പാർട്ടിക്കിൾസ് ആണ്, അതിന് ഇറഗുലർ ഷേപ്പാണ്. ഇറഗുലർ ഷേപ്പ് ആകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ സർഫസ് ഏരിയ കുറവായിരിക്കും. യൂഷ്വലി നമ്മളിപ്പോൾ ഒരു ഉരുട്ടി ഒരു കല്ലെടുത്തു കഴിഞ്ഞാലും കുറച്ച് ക്രാക്സ് മീൻസ് ഇറഗുലർ ഷേപ്പുള്ള ഒരു കല്ലെടുത്തു കഴിഞ്ഞാലും അതൊരു സർഫസ് ഏരിയ കൂടുതൽ ഇതിനായിരിക്കും. കൂടുതൽ സ്മൂത്ത് സർഫസ് ഉള്ള ഇതിനാ ഫൈൻ ഗ്രേഡ്, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് സർഫസ് ഉള്ള റൗണ്ടഡ് ഷേപ്പിനൊക്കെ ആയിരിക്കും. സോ ഫൈൻ ഗ്രൈൻഡ് സോയിൽ മോർ ഓവർ ഒരു റൗണ്ടഡ് ഷേപ്പ് അല്ലെങ്കിൽ യൂണിഫോം ഷേപ്പ് ആയിരിക്കും. പക്ഷെ കോസ് ഗ്രൈൻഡ് കുറച്ച് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ കോസ് ഗ്രൈൻഡ് സോയിലിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ കുറവായിരിക്കും. ഒരു വോളിയം പാർട്ടിക്കിളിന്റെ ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ സർഫസ് ഏരിയ കോസ് ഗ്രൈൻഡ് സോയിലിൽ കുറവായിരിക്കും, വെറാസ് ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ കൂടുതലായിരിക്കും. സോ സർഫസ് ഏരിയ കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ പെർമിയബിലിറ്റി കൂടും. സോ ഫൈൻ ഗ്രൈൻഡ് സോയിൽ ഹാസ് മോർ സ്പെസിഫിക് സർഫസ് ഏരിയ ആൻഡ് ഹെൻസ് ലെസ് പെർമിയബിലിറ്റി. ഇവിടെ ഫൈൻ ഗ്രൈൻഡ് സോയിൽ എടുത്തു കഴിയുമ്പോൾ അതിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടി കഴിയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും അല്ലെ, റെസിസ്റ്റൻസ് കൂടിയാൽ പെർമിയബിലിറ്റി കുറയും. സോ ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും, കോസ് ഗ്രൈൻഡ് സോയിലിൽ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ദിസ് ഇസ് ഹൗ സ്പെസിഫിക് സർഫസ് ഏരിയ എഫക്ട്സ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അടുത്ത ഫാക്ടർ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഞാനിപ്പോൾ പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഷേപ്പ് പറഞ്ഞപ്പോൾ കോസ് ഗ്രൈൻഡ് ഫൈൻ ഗ്രൈൻഡ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് ഷേപ്പ് പറഞ്ഞു. ഒന്ന് ഇറഗുലർ ഷേപ്പ്, ദാറ്റ് ഈസ് ആംഗുലാർ പാർട്ടിക്കിൾ. രണ്ടാമത്തത് റൗണ്ടഡ് പാർട്ടിക്കിൾ. റൗണ്ടഡ് ഷേപ്പിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവാം, ആംഗുലാർ ഷേപ്പിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇങ്ങനെ ഷേപ്പ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്പെസിഫിക് സർഫസ് ഏരിയ. സോ റൗണ്ടഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ, കൂടുതൽ ഏരിയ കോണ്ടാക്ട് ഉണ്ടാവും. ആംഗുലാർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഏരിയ കുറവേ കോണ്ടാക്ട് ഉള്ളൂ. ദാറ്റ് മീൻസ് rounded particles has more surface area, angular particle has less surface area. So what does that mean? Surface area കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്ലോ റെസിസ്റ്റൻസ് കൂടും. ഫ്ലോ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, പെർമിയബിലിറ്റി കുറയും അല്ലെ. സോ റൗണ്ടഡ് പാർട്ടിക്കിൾ ഹാസ് ലെസർ പെർമിയബിലിറ്റി, ആംഗുലാർ പാർട്ടിക്കിൾസ് ഹാസ് മോർ പെർമിയബിലിറ്റി. സോ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആംഗുലാർ പാർട്ടിക്കിൾസ് ആകുമ്പോൾ ഇറഗുലർ ഷേപ്പാണ്, അതുകൊണ്ട് കോണ്ടാക്ട് ഏരിയ കുറവാണ്. കോണ്ടാക്ട് ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും ഫ്ലോയ്ക്ക്. സോ റെസിസ്റ്റൻസ് ഫ്ലോയ്ക്ക് കുറവാകുമ്പോൾ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആംഗുലാർ ഷേപ്പുള്ള പാർട്ടിക്കിൾസ് ഉള്ള സോയിൽ സാമ്പിൾ ആണെങ്കിൽ അതിലെ പെർമിയബിലിറ്റി കൂടുതൽ ആയിരിക്കും. ദാറ്റ് ഈസ് അവർ 6th പോയിന്റ്, ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താണെന്ന് കണ്ടു, വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100. അതായത് വോയിഡ്സിൽ എത്ര വാട്ടർ ഉണ്ടെന്നുള്ള മെഷറാണ്. അതുതന്നെ നമ്മൾ പാർഷ്യലി സാച്ചുറേറ്റഡ്, ഫുള്ളി സാച്ചുറേറ്റഡ് എന്നൊക്കെ കണ്ടു. ഇതിനൊരു പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ എടുക്കുക. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒരു പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ. പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, വോയിഡ്സിൽ എയറും ഉണ്ടാവും വാട്ടറും ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്താ സംഭവിക്കുക, ഇവിടെ നോക്കിക്കേ, എൻ്റെ സോയിൽ സാമ്പിൾ ഉണ്ട്, അവിടെ കുറച്ച് വോയിഡ്സിലൊക്കെ വാട്ടർ ഉണ്ട്, ഇടയ്ക്ക് ഒരു വോയിഡിൽ മാത്രം എയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത് തമ്മിലുള്ള കണക്ഷൻ പോയി അല്ലേ, ഈ വോയിഡും തമ്മിലുള്ള കണക്ഷൻ ഈ എയർ വന്നുകൊണ്ട് പോയി. സോ ദർ ഈസ് സം എൻട്രാപ്ഡ് എയർ ഇൻസൈഡ് ദ സോയിൽ സ്ട്രക്ചർ. അതുകൊണ്ട് വാട്ടറിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർ എ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ പെർമിയബിലിറ്റി വിൽ ബി ലെസ്സർ.
എന്താ പറഞ്ഞത്? സോ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ എൻട്രാപ്ഡ് എയർ ഉണ്ടാവും. അങ്ങനെ എൻട്രാപ്ഡ് എയർ ഉണ്ടാവുമ്പോൾ വാട്ടറിന്റെ ഫ്ലോ പാസേജിന് ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ ഫ്ലോ പാസേജ് ബ്ലോക്ക് ആയാൽ അതിന്റെ പെർമിയബിലിറ്റി കുറവായിരിക്കും. സോ ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലും പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും. കാരണം ദർ ഇസ് എ ബ്ലോക്കേജ് ഇൻ ഫ്ലോ പാത്ത്. ഇതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എങ്ങനെയാണ് നമ്മുടെ പെർമിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ഫാക്ടർ അഡ്സോർബ്ഡ് വാട്ടർ. അഡ്സോർബ്ഡ് വാട്ടർ എന്നത് ജസ്റ്റ് കഴിഞ്ഞ ഇത് നമ്മൾ ക്ലേ പാർട്ടിക്കിൾ എടുത്താൽ അതിന് ചാർജ് ഉണ്ട്, വാട്ടറിന് ചാർജ് ഉണ്ട്. സോ വാട്ടറിന്റെ ഇതും ക്ലേ പാർട്ടിക്കിളിന്റെ ചാർജും കൂടെ ഇലക്ട്രോ കെമിക്കൽ ഫോഴ്സസ് വഴി ക്ലേ പാർട്ടിക്കിളിന്റെ ചുറ്റും ഒരു ചെറിയ വാട്ടർ ലെയർ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ അഡ്സോർബ്ഡ് വാട്ടർ എന്ന് വിളിക്കുക, അല്ലെ? ആ വാട്ടർ ഈസി ആയിട്ട് മൂവ് ചെയ്യില്ല. സോയിലിന്റെ സർഫസിൽ, ഇവിടെ ഒരു സോയിൽ സർഫസ് കാണുന്നുണ്ട്, അതിന് ചുറ്റും ഒരു തിൻ ലെയർ ആയിട്ട് ആ വാട്ടർ ഉണ്ടായിരിക്കും, അല്ലെ? ഇങ്ങനെ ഒരു വാട്ടർ ഉണ്ടായാലും എന്താ സംഭവിക്കാം? നമ്മുടെ ഒരു ഫ്ലോ പാത്ത് ഉണ്ട്. ആ ഫ്ലോ പാത്തിന്റെ മുകളിലും താഴെയും, അതായത് സോയിൽ പാർട്ടിക്കിളിന്റെ ചുറ്റും ഇങ്ങനെ ഒരു വാട്ടർ ലെയറാ ഉള്ളത്. ആ വാട്ടർ ലെയർ ഈസി ആയിട്ട് മൂവ് ചെയ്യില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ആക്ച്വലി ആ ഫ്ലോ പാത്തിന് ഒരു ബ്ലോക്കേജ് ആണ് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. സോ സോയിലിൽ അഡ്സോർബ്ഡ് വാട്ടർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഫ്ലോ പാത്തിന് ബ്ലോക്ക് ഉണ്ടാവും. ഫ്ലോ പാത്തിന് ബ്ലോക്ക് ഉണ്ടാവുക മീൻസ് പെർമിയബിലിറ്റി ഈസ് ലെസ്സർ. സോ അഡ്സോർബ്ഡ് വാട്ടർ കോസസ് decrease in permeability of a soil sample. അടുത്തത് our last factor is nothing but impurities in water. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ വാട്ടർ റെയിൻ വാട്ടർ ആയിരിക്കാം വരുന്നത്. സോ റെയിൻ വാട്ടർ വരുമ്പോൾ അതിൽ പല ഇമ്പ്യൂരിറ്റീസ്, കെമിക്കൽസോ എന്തെങ്കിലും പാർട്ടിക്കിൾസോ അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതുപോലെ സോയിലിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടാവും, അല്ലെ? നമ്മുടെ ചുറ്റുപാടുള്ള സോയിലാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ ഡീക്കേഡ് മാറ്ററോ എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് മാറ്ററോ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ വോയിഡ്സ് അടയാൻ അതിന് സാധ്യതയുണ്ട്, അല്ലെ? ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിലും ഈ വരുന്ന വാട്ടറിൽ വോയിഡ്സ് ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ഫ്ലോ പാത്തിനെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫ്ലോ പാത്തിനെ ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പെർമിയബിലിറ്റി കുറയാണെന്ന് അർത്ഥം. സോ ഇമ്പ്യൂരിറ്റീസ് ഓർ ഓർഗാനിക് മാറ്റർ ക്യാൻ കോസ് ഡിക്രീസ് ഇൻ പെർമിയബിലിറ്റി. സോ ദീസ് ആർ ദ 9 ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഗോയിങ് ടു എഫക്ട് ഓർ ഇൻഫ്ലുവൻസ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. സോ ഈ 9 പോയിന്റ്സ് ഓർത്തിരിക്കുക. അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഓർത്തിരിക്കുക. ക്വസ്റ്റ്യനിൽ സിമ്പിൾ വേർഡ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഫോർ നൗ, താങ്ക് യു.